ഇന്ത്യ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ഒരു വമ്പൻ നേട്ടം ഇപ്പോൾ കയ്യെത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇന്ത്യ കാലഭൈരവ് എന്ന് പേരിട്ടിരിക്കുന്ന ആദ്യത്തെ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഡ്രോൺ പുറത്തിറക്കി കഴിഞ്ഞു. നൂതനമായ ഈ ആളില്ലാ യുദ്ധ വിമാനം ഇതിനകം തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദക്ഷിണേഷ്യൻ രാജ്യവുമായി ഇന്ത്യ ഇതിനകം തന്നെ $30 മില്യൺ കയറ്റുമതി കരാറും നേടി. എന്താണ് ഈ കാലഭൈരവ് ഡ്രോൺ എന്നൊന്ന് നോക്കുകയാണെങ്കിൽ, ബംഗളൂരു ആസ്ഥാനമായുള്ള സ്വകാര്യ സ്ഥാപനമായ ഫ്ലൈയിങ് വെഡ്ജ് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് വികസിപ്പിച്ചെടുത്ത കാലഭൈരവ് ഇന്ത്യയുടെ ആളില്ലാ വ്യോമശേഷികൾ ഒരു പ്രധാന കുതിച്ചുചാട്ടത്തെയാണ് കാണിക്കുന്നത്. സർക്കാർ ഗവേഷണ ഏജൻസികൾ ആധിപത്യം പുലർത്തുന്ന മുൻകാല ഡ്രോൺ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പദ്ധതി എന്ന് പറയുന്നത് തികച്ചും പൂർണ്ണമായും ഇതൊരു വ്യവസായ അധിഷ്ഠിതമാണ്. അതായത് ഇന്ത്യയുടെ പ്രതിരോധ ആവാസ വ്യവസ്ഥയിൽ സ്റ്റാർട്ടപ്പുകളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാണ് ഇതെടുത്തു കാണിക്കുന്നത്. ഇതിന്റെ ഉയർന്ന ശേഷി, ദീർഘദൂര പവർ നിരീക്ഷണം, രഹസ്യാന്വേഷണം എന്നിവ മുതൽ കൃത്യമായ ആക്രമണ ദൗത്യങ്ങൾ വരെ വൈവിധ്യമാർന്ന റോളുകൾ വഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാലഭൈരവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഡെവലപ്പർമാരുടെ അഭിപ്രായത്തിൽ 30 മണിക്കൂർ വരെ ഇത് വായുവിൽ തുടരും. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന്റെ പിന്തുണയോടെ 3000 കിലോമീറ്റർ ദൂരം ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും. ഏകദേശം 20,000 അടി ഉയരത്തിൽ വരെ ഇത് പ്രവർത്തിക്കും. സെൻസറുകളും കൃത്യതയോടെ നയിക്കപ്പെടുന്ന ആയുധങ്ങളും ഉൾപ്പെടെ ഒന്നിലധികം പേലോഡ് വഹിക്കാൻ ഇതിന് സാധിക്കും. അതേപോലെ തന്നെ നിർണായകമായി ഇതിൽ AI പ്രാപ്തമാക്കിയ സ്വയംഭരണവുമുണ്ട്. അതായത് യുദ്ധക്കള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും ഫ്ലൈറ്റ് ക്രമീകരണങ്ങൾ വരുത്താനും മറ്റു ഡ്രോണുകളുമായി ഏകോപിപ്പിച്ച് ഒരു കൂട്ട ആക്രമണങ്ങൾ വരെ നടത്താനും ഇതിന് കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായ ഒരു പ്രാധാന്യമാണ് ഇതിപ്പോൾ നേടിക്കൊടുത്തിരിക്കുന്നത്. അതായത് അമേരിക്ക നിർമ്മിച്ച MQ-9 Predator, അതേപോലെ തന്നെ ചൈനയുടെ വിംഗ്ലൂങ് 2 തുടങ്ങിയ ഇറക്കുമതി ചെയ്ത നൂതന സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്താവുന്ന പ്രകടനമാണ് ഈ കാലഭൈരവ് വാഗ്ദാനം ചെയ്യുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിരോധ വിശകലന വിദഗ്ധരും പറയുന്നത്. ഇതിലുള്ള ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും എല്ലാം തദ്ദേശീയമായി തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചുകൊണ്ടാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഡ്രോണുകളിലുള്ള റിമോട്ട് ഡീആക്ടിവേഷൻ അല്ലെങ്കിൽ കിൽ സ്വിച്ചുകൾ പോലുള്ള മറഞ്ഞിരിക്കുന്ന അപകട സാധ്യതകളെ കുറിച്ചുള്ള വളരെ വലിയ ആശങ്കകളാണ് ഇതോടുകൂടെ ഇന്ത്യയിൽ ഇല്ലാതാകുന്നത്. ഈ ഡ്രോണിന് ഇപ്പോൾ ഏകദേശം $30 മില്യൺ കയറ്റുമതി ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. താങ്ങാനാവുന്നതും ഉയർന്ന പ്രകടനശേഷിയുള്ളതുമായ ഡ്രോണുകൾ തേടുന്ന ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങളുമായി കൂടുതൽ ഇടപാടുകൾക്ക് ഇത് വാതിൽ തുറക്കുമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. റെസ്റ്റം, തപസ് തുടങ്ങിയ UAV-കൾ നമ്മുടെ DRDO വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവയ്ക്ക് ചെറിയ കാലതാമസവും പരിമിതമായ പ്രവർത്തന വിജയവും ഒക്കെയാണ് ഉള്ളത്. എന്നാൽ ഇതിന് വിപരീതമായി ഈ കാലഭൈരവ് എന്ന് പറയുന്നത് ഒരു യുദ്ധസജ്ജമായ പ്ലാറ്റ്ഫോമായിട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സ്വകാര്യ വ്യവസായത്തിന് നവീകരിക്കാൻ മാത്രമല്ല, ശക്തമായ കയറ്റുമതി സാധ്യതയുള്ള ലോകോത്തര പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനും കഴിയുമെന്നാണ് ഈ കാലഭൈരവ് ഇപ്പോൾ കാണിക്കുന്നത്. ദീർഘമായ പ്രതിരോധ ശേഷി, നൂതന AI, കൂട്ടം യുദ്ധശേഷി എന്നിവയുടെ സംയോജനത്തോടെ കാലഭൈരവ് ഇന്ത്യയുടെ പ്രതിരോധ നവീകരണത്തിന് ഒരു പുതിയ മാനദണ്ഡമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കയറ്റുമതി വിജയം, ആളില്ലാ യുദ്ധവ്യോമ സംവിധാനങ്ങളിൽ വിശ്വസനീയമായ ആഗോള കളിക്കാരനായി ഇന്ത്യയുടെ ഉയർന്നു വരവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സമുദ്ര സ്വയം പര്യാപ്തതയ്ക്കുള്ള ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിക്കാൻ ഒരുങ്ങുകയാണ്. പ്രതിരോധ ഗവേഷണ വികസന സംഘടന തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത രണ്ടാമത്തെ കൽവരി ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയായ INS ഖണ്ഡേരിയിൽ AIP സംവിധാനം യോജിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പ്രതിരോധ സുരക്ഷാ സ്ഥാപനത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. INS കൽവരിക്കായി ആദ്യം ആസൂത്രണം ചെയ്തിരുന്നതും AIP സംവിധാനം 2026 ജൂലൈയോടെ ഷെഡ്യൂൾ ചെയ്ത പുനർനിർമ്മാണ വേളയിൽ INS ഖണ്ഡേരിയിലും ഇത് ഘടിപ്പിക്കാൻ പോകുന്നു. 2027 മാർച്ച് മുതൽ ഏപ്രിൽ വരെയുള്ള പ്രാരംഭ സമുദ്ര പരീക്ഷണങ്ങളും 2027 ജൂലൈയിൽ പൂർണ്ണ സംയോജനവുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ AIP സിസ്റ്റം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് വ്യവസായ പങ്കാളികളായ ലാർസൻ ആൻഡ് ടൂബ്രോയും തെർമാക്സ് എന്നിവയുമായി സഹകരിച്ചിട്ടാണ്. അതായത് ഇന്ത്യയുടെ അന്തർവാഹിനി കഴിവുകളിൽ നിർണായകമായ ഒരു പുരോഗതിയാണ് ഇതിപ്പോൾ അടയാളപ്പെടുത്തുന്നത്. ഇതുമൂലം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്റ്റെൽത്ത്, സഹിഷ്ണുത, പ്രവർത്തന വഴക്കം എന്നിവ വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. അമർനാഥിലെ നേവൽ മെറ്റീരിയൽസ് റിസർച്ച് ലബോറട്ടറിയാണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതായത് DRDOയുടെ ഈ AIP സിസ്റ്റം ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയുടെ അണ്ടർ വാട്ടർ എൻഡ്യൂറൻസ് ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇന്ധന സെൽ അധിഷ്ഠിത സാങ്കേതിക വിദ്യയാണ്. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ എന്ന് പറയുന്നത് ഡീസൽ ജനറേറ്ററുകൾ വഴിയാണ് റീചാർജ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ഇവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപരിതലത്തിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ AIP സജ്ജീകരിച്ച അന്തർവാഹിനികൾ. ഇവയ്ക്ക് ഏകദേശം 2 ആഴ്ച വരെ വെള്ളത്തിൽ മുങ്ങിയിരിക്കാൻ സാധിക്കും. ഇത് അവയുടെ സ്റ്റെൽത്തും അതിജീവനവും വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും.
ദ്രാവക ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള ഒരു രാസപ്രവർത്തനത്തിലൂടെ ഈ സിസ്റ്റം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കുറഞ്ഞ ശബ്ദവും ചൂടും ഉപയോഗിച്ചാണ് ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഇവയെ കണ്ടെത്തുന്നതിന് വളരെയധികം പ്രയാസമാണ്. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് നിർമ്മിച്ച ഫ്രഞ്ച് സ്കോർപിയൻ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ള കാൽവരി ക്ലാസ് അന്തർവാഹിനികൾക്കായി ഏകദേശം 200 മുതൽ 300 കിലോവാട്ട് പവർ ഔട്ട്പുട്ടുള്ള DRDOയുടെ AIP സിസ്റ്റം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇതൊരു മോഡുലാർ പ്ലഗ് ഇൻ ഡിസൈൻ വാഗ്ദാനം ചെയ്യുന്നു. അതായത് ഇത് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെ പുനർനിർമ്മാണ സമയത്ത് ഇതിൽ സംയോജിപ്പിക്കാൻ സാധിക്കും. ഇതുമൂലം ഈ കൽവരി ക്ലാസ് അന്തർവാഹിനികൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് 2 മുതൽ 3 ദിവസം വരെയാണ്. ഇങ്ങനെ ഇത് സംയോജിപ്പിക്കുന്നതിലൂടെ 13 മുതൽ 15 ദിവസം വരെ ഇവയ്ക്ക് വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കാൻ സാധിക്കും. ഇതുമൂലം അന്തർവാഹിനി വിരുദ്ധ യുദ്ധം, രഹസ്യാന്വേഷണ ശേഖരണം എന്നിവയ്ക്ക് വേണ്ടി ദീർഘകാലം ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും. 6 കൽവരി ക്ലാസ് അന്തർവാഹിനികൾ രണ്ടാമത്തേതായ INS ഖണ്ഡേരി 2019 സെപ്റ്റംബറിലാണ് കമ്മീഷൻ ചെയ്തത്. നിലവിൽ വെസ്റ്റേൺ നേവൽ കമാൻഡുമായി സഹകരിച്ച് ഇത് പ്രവർത്തിക്കുന്നുമുണ്ട്. തുടക്കത്തിൽ 2017 ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത ഈ ക്ലാസ്സിലെ ആദ്യത്തെ അന്തർവാഹിനിയായ INS കൽവരിക്ക് വേണ്ടിയായിരുന്നു ഈ AIP സിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിന്റെ വികസനത്തിലും പരീക്ഷണത്തിലും ഒക്കെ വളരെയധികം കാലതാമസം നേരിട്ടതുകൊണ്ട് തന്നെ 2026 ജൂലൈയിൽ മിഡ് ലൈഫ് പുനർനിർമ്മാണത്തിനായി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന INS ഖണ്ഡേരിയിലേക്കാണ് ഇതിപ്പോൾ സംയോജിപ്പിക്കുന്നത്. MDLന്റെ മുംബൈയിലോ വിശാഖപട്ടണത്തോ ഉള്ള സൗകര്യത്തിൽ നടക്കുന്ന പുനർനിർമ്മാണത്തിലായിരിക്കും ഈ അന്തർവാഹിനിയുടെ കള്ളിൽ AIP മൊഡ്യൂൾ സ്ഥാപിക്കുന്നത്. L&T, തെർമാക്സ് എന്നിവയുമായി ചേർന്ന് NMRL വികസിപ്പിച്ചെടുത്ത AIP പ്രോട്ടോടൈപ്പ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 2025 ഡിസംബറോടെ ഇതിന്റെ ഡെലിവറി പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ സിസ്റ്റത്തിന്റെ പ്രകടനം, സുരക്ഷ, വിശ്വാസ്യത എന്നിവ സാധൂകരിക്കുന്നതിനായി വെള്ളത്തിനടിയിലെ അവസ്ഥകളുടെ സിമുലേഷനുകൾ ഉൾപ്പെടെയുള്ള കർശനമായ കര അധിഷ്ഠിത പരിശോധനയ്ക്ക് ഈ സിസ്റ്റം വിധേയമായിട്ടുമുണ്ട്. ഇതിന്റെ നിർണായകമായ താപ മാനേജ്മെന്റ്, ഇന്ധന സെൽ കാര്യക്ഷമത തുടങ്ങിയ പരിശോധനകൾക്കെല്ലാം ഈ സിസ്റ്റം വിധേയമായിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഈ പരീക്ഷണങ്ങളെല്ലാം ഈ സിസ്റ്റം മറികടക്കുകയും ചെയ്തു. INS ഖണ്ഡേരിയിലെ അതിന്റെ സംയോജനം ഒരു നാഴികക്കല്ലായ നേട്ടം തന്നെയായിരിക്കും. തദ്ദേശീയ AIP സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം ചില രാജ്യങ്ങൾ ഒന്നായി നമ്മുടെ ഇന്ത്യയും മാറും. ഈ INS ഖണ്ഡേരിയുടെ പുനർനിർമ്മാണ പ്രക്രിയയിൽ അന്തർവാഹിനിയുടെ ഹള്ള് മുറിച്ച് AIP മൊഡ്യൂൾ ഉൾപ്പെടുത്തുമെന്നാണ് പറയുന്നത്. ഘടനാപരമായ സമഗ്രതയും സ്റ്റെൽത്ത് സവിശേഷതകളും നിലനിർത്തുന്നതിന് കൃത്യതയുള്ള എഞ്ചിനീയറിംഗ് ആവശ്യമുള്ള സങ്കീർണമായ ഒരു നടപടിക്രമം തന്നെയാണ് ഇത്. ഹാർബർ പരീക്ഷണങ്ങൾ സിസ്റ്റം സംയോജനം പരിശോധിക്കും. അതേസമയം 2027 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന കടൽ പരീക്ഷണങ്ങൾ, സഹിഷ്ണുത, പവർ ഔട്ട്പുട്ട്, അന്തർവാഹിനിയുടെ നിലവിലുള്ള പ്രൊപ്പൽഷൻ കോമ്പാറ്റ് സിസ്റ്റങ്ങളുമായുള്ള അനുയോജ്യത എന്നിവയും പരീക്ഷിക്കും. 2027 ജൂലൈയോടെ പൂർണ്ണമായ പ്രവർത്തന സംയോജനമാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്ത്യയെ കാത്തുരക്ഷിക്കുന്നതിന് വേണ്ടി, ഇന്ത്യക്ക് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി INS ഖണ്ഡേരിക്ക് വിപുലീകൃത രഹസ്യ ദൗത്യങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി കൈവരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം അഥവാ AIP സംയോജനം എന്ന് പറയുന്നത് ഒരു വലിയ നേട്ടം തന്നെയാണ്. ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.